ओम श्री गुरुभ्यो नमः। जय जय श्री राधे। सियावर रामचंद्र की जय। पवन पुत्र हनुमान की जय। ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തുളസിദാസ് ഗോസ്വാമി തുളസിദാസ് ജി രചിച്ച ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് ധുമക് ചലത് രാമചന്ദ്ര. അപ്പോഴെങ്കിൽ അത് നമ്മുടെ 1987 രാമായൺ സാഗറിൻ്റെ രാമായണം ഇപ്പോഴെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പാട്ട് കേട്ട് കാണാം. അതിനെ ലതാ മങ്കേഷ്കർ അവരായിരുന്നു ഭയങ്കര ഫേമസ് ആക്കിയ ആ പാട്ട്. ഒരു പ്രത്യേക രാഗം ഉണ്ടായിരുന്നു. ആ രാഗത്തിൽ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കവാറും വീട്ടിലുകളിലും പാടി വരുന്ന ഒരു ഭജനാണ് ധുമക് ചലത് രാമചന്ദ്ര. പല മുമ്പ് നമുക്ക് ഈ രാമഭക്തനായ തുളസിദാസ്ജിയെ കുറിച്ചൊന്ന് അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ചൊന്ന് നമുക്ക് അറിഞ്ഞു നോക്കാം. 15th century ആ സമയമാണ്. ആ സമയത്ത് പ്രയാഗ്രാജിനടുത്ത് രാജ്നഗർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഉള്ള സീനാണ്. ഭയങ്കരമായ വിഷമിക്കുന്ന ആത്മാരാം ദുബെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് നിൽക്കുക. അകത്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുക. 12 മാസം കഴിഞ്ഞിട്ട് കൊച്ച് വെളിയിൽ വന്നിട്ടില്ല. അപ്പം ആ സപ്തമിക്ക് ആണ് ഇത് സംഭവിക്കുന്നത്. ഒരു ഭയങ്കര എന്താ പറയുക, ഒരു വിഷമത്തിലാണ് അദ്ദേഹത്തിന്. ആകെ ഒരു ആത്മരാമിന് അദ്ദേഹം തുളസിബായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് ആലോചിക്കാം 15th century സമയത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്താണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അതിനകത്ത് കാണും. കുഞ്ഞാണെങ്കിൽ 9 മാസങ്ങൾക്ക് ശേഷം ജനിക്കേണ്ട കൊച്ച് 12 മാസമായിട്ട് വെളിയിൽ വന്നിട്ടില്ല. അവസാനം കുഞ്ഞ് ജനിക്കും. പക്ഷെ ആ കുഞ്ഞിന് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ അല്ലായിരുന്നു. ഒരു 5-6 കിലോ എന്താ പറയുക കൂടുതലായിരുന്നു. തോന്നുന്നു ഒരു 2-3 വർഷം പ്രായമുള്ളൊരു കുഞ്ഞിനെ പോലെയായിരുന്നു. അപ്പം ആ സമയത്ത് മിഡ് വൈഫ് ഉണ്ട്, ദായി എന്നൊക്കെ പറയും നോർത്ത് ഇന്ത്യയിൽ. അപ്പം ഈ ദായി ആയിരുന്നു ഈ മിഡ് വൈഫാണ് ഈ കുഞ്ഞിനെ വെളിയെടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആത്മാരാം അദ്ദേഹത്തിനോട് പറയും, താങ്കളുടെ കുഞ്ഞിന് ഇത്ര കിലോ ഉണ്ട് കേട്ടോ, 5-6 കിലോ. അപ്പം ഇതൊരു അതിശയമാണ്, ഒരു കുഞ്ഞ് ജനിക്കുമ്പം 5-6 കിലോ ആയി വരുന്നത്. അത് മാത്രമല്ല കുഞ്ഞിന് കൊച്ചു പല്ലുകൾ വരെയുണ്ട്. പിന്നെ ജനിച്ചപ്പം കരയുന്ന പോലെ തോന്നുന്നത് ശബ്ദം രാമനാമമായിരുന്നു. പക്ഷെ ഇതൊരു ആ സമയത്ത് ആലോചിക്കുക, ഇപ്പം ഇത് ശരിയായ കാര്യമാണോ അതോ നല്ല കാര്യങ്ങളാണോ ആ ആത്മാരാമനെ അറിയത്തില്ലായിരുന്നു. ബിക്കോസ് ഇത് രാക്ഷസനാണോ അല്ലെങ്കിൽ വേറെ ബിക്കോസ് ഒരു കുഞ്ഞിനും ഇത്രയും കിലോ വെയിറ്റ് വരത്തില്ലല്ലോ, പല്ല് കാണത്തില്ല. എന്തോ ആയിക്കോട്ടെ, ഏകാദശി ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. ബിക്കോസ് 12 മാസം വരെ ചുമന്നുകൊണ്ടിരുന്നതാണ് ആ കുഞ്ഞിനെ. പിന്നെ അന്നത്തെ ബ്രാഹ്മണ സങ്കല്പം അനുസരിച്ച് കുഞ്ഞിൻ്റെ നക്ഷത്രം ജാതകം മനസ്സിലാക്കാൻ വേണ്ടി വലിയൊരു പുരോഹിതനെ വിളിച്ചു. പുരോഹിതൻ നോക്കി പറഞ്ഞു, കുഞ്ഞ് നിങ്ങളുടെ നാശത്തിൻ്റെ കാരണമാണ്. ജനിച്ച നക്ഷത്രം, ജനിച്ച സമയം ഒന്നും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിന് അനുകൂലമല്ല. ഇവിടെ പോയോ അവിടെ നാശമേ ഉണ്ടാകത്തുള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ് വേണ്ടത്? അതായത് ജനിച്ചപ്പോൾ തന്നെ അമ്മയെ തന്നെ തിന്നു. ഇതെല്ലാം കേട്ട് ആത്മാരാം പറയുന്ന ആള് ആകെ ഷോക്കായിപ്പോയി. ഓൾറെഡി ഒരു ഷോക്ക് കഴിഞ്ഞതേ ഉള്ളൂ. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് പറയാം. പിന്നെ കുഞ്ഞ് ജനിച്ച ശേഷം അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി.
വേറെ വഴിയില്ലാത്തപ്പോൾ ആ മിഡ് വൈഫ് ഉണ്ടായിരുന്നു, ആ അമ്മൂമ്മയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ദായിൻ്റെ അടുത്ത് പറയും, താങ്കൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഉപേക്ഷിക്കും കാട്ടിൽ. പക്ഷെ ആ അമ്മൂമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അമ്മൂമ്മ എന്ത് ചെയ്തു, അവർക്ക് കുഞ്ഞില്ലാത്ത ഒരു ആളായിരുന്നു, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. ഈ കുഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ, രാമൻ്റെ നാമം ഉച്ചരിക്കുന്ന രീതിയിലായിരുന്നു കരഞ്ഞപ്പോൾ അവിടെ നാമസംസ്കാരം രാം ഭോല എന്നാക്കി. ഹിന്ദിയിലെ രാം ഭോല എന്ന് വെച്ചാൽ രാമൻ പറഞ്ഞു. പണ്ട് തൊട്ടേ നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പോഴും ഈശ്വരനാമമാണല്ലോ വരുന്നത്. അപ്പോൾ രാം ഭോല എന്നാണ് ആ കൊച്ചിൻ്റെ പേരിട്ടത്. ആ മിഡ് വൈഫ്, അതായത് ആ ദായി, അവർ കൊണ്ടുവന്നപ്പോൾ അവരുടെ കുടുംബത്തിലെല്ലാവർക്കും ദേഷ്യവും വിഷമവും. അത് താങ്കൾ കണ്ടതല്ലേ, ഈ കൊച്ചിനെ കൊണ്ടുവന്നപ്പം അവിടുത്തെ പുരോഹിതൻ എന്താ പറഞ്ഞത്, അപശകുനമാണ്, ഈ കുഞ്ഞിവിടെ വന്ന് നമ്മുടെ നാശത്തിന് കാരണമാവും. അതായി പറയാം അവരുടെ ഹസ്ബൻഡോട്, നമുക്ക് കുഞ്ഞുങ്ങളില്ല, ഇതിനെ വളർത്തിയെങ്കിൽ നമ്മുടെ ജീവിത സന്തോഷം കൊണ്ടുവന്നോളെ. പക്ഷെ എന്ത് പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട് ആ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ കുഞ്ഞിനോട് വലിയ അടുപ്പമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് അറിയുന്നത് ആത്മാരാം, അതായത് ഈ കൊച്ചിൻ്റെ അച്ഛൻ എവിടെയോ തലകറങ്ങി താഴെ വീണ് മരിച്ചു. അടുത്ത ഷോക്കായി. ആദ്യമേ അമ്മ മരിച്ചു, ജനിച്ചു കഴിഞ്ഞിട്ട് 4-5 ദിവസം വിത്തിൻ എ വീക്ക് അച്ഛനും മരിച്ചു. പിന്നെയും ആ വീട്ടിലെ ഹസ്ബൻഡ് ആ ദായിൻ്റെ അടുത്ത് പറഞ്ഞു, വയസ്സുകാലത്ത് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന് ഇനിയും നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാട് വന്ന് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ അമ്മൂമ്മ ഇല്ല, അവൻ നല്ലതാണ്. സത്യം പറഞ്ഞാൽ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന മൊത്തം ആ അമ്മൂമ്മയായിരുന്നു. 5 വയസ്സ് കഴിഞ്ഞപ്പം ആ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന അമ്മൂമ്മ പാമ്പ് കടിച്ച് മരിച്ചു. ആലോചിക്കാൻ 4-5 വയസ്സായതേ. ഇതിൽ കൂടുതൽ വേണ്ട ആ പുള്ളിക്ക് കൊച്ചിനെ ഉപേക്ഷിക്കാൻ. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കി വിട്ടു. ഒരു 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് രാത്രി ഇറക്കി വിട്ട് അതിവിടെ പോകും. വിശപ്പ്, ആരുമില്ല, സ്നേഹമില്ല, അല്ലേ? ഇതൊക്കെ ആ കുഞ്ഞ് മനസ്സിലിങ്ങനെ കിടക്കുവാണ്. ദാഹം. സത്യം പറഞ്ഞാൽ ആ സ്ഥലത്ത്, അതായത് പ്രയാഗ്രാജിന്, ആ വില്ലേജിന്, അദ്ദേഹത്തിന് അവിടെ ഒരാളും ഈ കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ബിക്കോസ് അവർക്കറിയാമായിരുന്നു, ആരാണോ ഈ കൊച്ചിനെ ആഹാരം കൊടുക്കുന്നത് അവർക്ക് അപശകുനമേ ഉണ്ടാകത്തുള്ളൂ. ഇതിൽ കൂടുതൽ പ്രൂഫ് വേണ്ടല്ലോ. വിശപ്പും എല്ലാം എന്താ പറയുക, സൊസൈറ്റിയിൽ നിന്നുള്ള കിട്ടുന്ന ഇത്രയും വേദനയും സഹിച്ച് ആ കൊച്ച് അവസാനം നടന്ന് അവിടെ അടുത്തൊരു ശിവക്ഷേത്രത്തിൽ പോയി ആശ്രയം തേടും. അവിടുത്തെ പ്രസാദം കഴിക്കുക ചെയ്യും. അവിടെ രാമാനന്ദ സ്വാമിയുടെ സമ്പ്രദായത്തിൽ വരുന്നൊരു സെയിൻ്റ് ഉണ്ടായിരുന്നു, നരഹരിദാസ്. അദ്ദേഹം ഒരു ശിവഭക്തനും കൂടെയായിരുന്നു. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു നല്ലൊരു ശിഷ്യൻ വരാൻ പോവുകയാണ്, അതിനെ നീ നോക്കണം. ഈ ഒരു സംഗീതം കൊടുക്കും, ഈ സമയത്ത് ഇവിടെ നിനക്ക് കാണാൻ പറ്റും. ആ സ്വപ്നത്തിൽ കണ്ടപ്പം നരഹരിദാസ് ആലോചിക്കുകയും ചെയ്തു, ഇങ്ങനെ ശരിയാണോ തെറ്റാണോ. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം ആ രാത്രി വേളയിൽ ആ ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോകുമ്പോൾ ആ കൊച്ചിനെ അദ്ദേഹം കണ്ടു. ആ കൊച്ചിനെ കണ്ടതും നരഹരിദാസ് അദ്ദേഹം കെട്ടിപ്പിടിക്കുക ചെയ്തത്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ടോപ്പിക്കല്ലേ, ഗുരു ശിഷ്യ ബന്ധം. ഇവിടെ ദൈവത്തിൻ്റെ സംഗീതം വന്നു, ഗുരുവിന് ശിഷ്യനോട് ആ ഒരു എന്താ പറയുക, എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഉണ്ടായ ആ ഒരു കണക്ഷനോട് കറക്റ്റായി. 5 വയസ്സായി. ആ 5 വയസ്സായ കൊച്ചിനെ അദ്ദേഹം ആഹാരം കൊടുത്ത് വളർത്തി, വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിച്ചു. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് വന്നപ്പോഴേ ഓർത്തെ. ഇപ്പം പറയാറുണ്ട്, നമ്മൾ ഗുരുവിനെ തേടി പോകണ്ട, നമ്മൾ നല്ലൊരു ശിഷ്യനായാൽ മതി. You become a good disciple, Guru will come automatically. Whichever way you want, it will come. നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഈ അമീർ ഖുസ്രോ പാടിയൊരു പാട്ടുണ്ട്, എന്താ,
सांसों की माला में सिमरूं मैं पी का नाम। प्रेम के पथ पर चलते चलते हो गई मैं बदनाम। सांसों की माला में सिमरूं मैं पी का नाम. ഓരോ ശ്വാസത്തിലും നമ്മൾ ആ ഈശ്വരനാമം ജപിച്ച് നമ്മളൊരു നല്ലൊരു ഡിസൈപ്പിൾ ആയാൽ ഓട്ടോമാറ്റിക്കലി വരും. പൂ വിടർന്നാൽ മതി, സുഗന്ധം ഓട്ടോമാറ്റിക്കലി വരും. വണ്ട് വന്നോളും, നമ്മൾ വണ്ടിനെ തേടി പോകണ്ട. ഇതേപോലെ തന്നെയായിരുന്നു നരഹരിദാസ് ആ രാംഭോലെ തേടി വന്നത്. അദ്ദേഹത്തിന് ഫസ്റ്റ് കൊടുത്ത മന്ത്രമാണ് നമ്മുടെ രാമമന്ത്രം. ശ്രീരാം ജയറാം ജയ ജയറാം എന്ന് പറഞ്ഞത് രാമജയം മന്ത്രമായിരുന്നു. അതായിരുന്നു അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അദ്ദേഹമാണ് രാംഭോലേക്ക് ഗോസ്വാമി, അതായത് ഗോസ്വാമി പിന്നെ ആയതാണ് ആ ഒരു പദവിയാണ് തുളസീദാസ് എന്ന് പേരിട്ട് കൊടുത്തത്. അദ്ദേഹം 10 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കിഷോറാവസ്ഥ തന്നെ ഒരുവിധം എല്ലാം എന്താ പറയുക വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് നല്ലൊരു വിദ്വാനായി. അപ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് മാറി ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗുരു വാരാണസിയിൽ കൊണ്ടുപോകും. വാരാണസിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വേറെ വലിയൊരു വിദ്വാനുണ്ടായിരുന്നു, ശേഷ് സനാതൻ. അദ്ദേഹം ആ സ്പിരിച്വലിൽ ആ വേദങ്ങളിൽ വേറെ ഇച്ചിരിയും കൂടെ അത് സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ തുളസീദാസിനെ അവിടെ കൊണ്ടുപോകും. അവിടെയും ഈ ശിഷ്യനെ കണ്ട് ശേഷ് സനാതൻ പറയും, ഇവനെ എനിക്കില്ല, ഞാൻ ഇവനെ പഠിപ്പിക്കാം. അങ്ങനെ അദ്ദേഹം നരഹരിദാസ് തുളസീദാസിനെ അവിടെ ശേഷ് സനാതനടുത്ത് കൊണ്ടുപോകും. അവിടെയും കുറച്ച് നാൾ വിദ്യാഭ്യസിക്കും. അപ്പം നിൻ്റെ ജീവിതം രാമനാമം, രാമകഥ ഇതിനെ പ്രചരിപ്പിക്കുകയാണെന്ന് ഓൾറെഡി കുഞ്ഞിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓൾറെഡി അദ്ദേഹം ഒരു രാമഭക്തനും ശിവഭക്തനുമായത് കാരണം ആ എസൻസ് ആ ശിഷ്യനുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ശൈവരും വൈഷ്ണവരും. ഇപ്പം ഈ കഥ ഞാൻ പണ്ട് വായിച്ചപ്പോൾ ആലോചിക്കും, ഈ ശിവഭക്തന്മാരിങ്ങനെയാണ് രാമഭക്തനാവുന്നത് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങളിൽ കയറി കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞ ഏറ്റവും പരമ വൈഷ്ണവൻ എന്ന് പറയുന്നത് ശിവനാണെങ്കിൽ ഏറ്റവും പരമ ശൈവഭക്തൻ എന്ന് പറഞ്ഞ രാമനാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഭാവങ്ങൾ എത്തുന്ന ഒരു വ്യത്യാസം വേറെയാണെന്നേ ഉള്ളൂ. അവിടെ പോയി ശേഷ് സനാതനടുത്തുനിന്ന് തുളസീദാസ് ബാക്കി വിദ്യാഭ്യാസങ്ങളെല്ലാം അഭ്യസിച്ച് പോകുമ്പം അദ്ദേഹം നരഹരിദാസ് ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു ഗൃഹസ്ഥനാവണം. ബിക്കോസ് നിൻ്റെ പ്രിയപ്പെട്ട ഈശ്വരൻ ഭഗവാൻ ശ്രീരാമനും ഒരു ഉത്തമ ഗൃഹസ്ഥനായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്ത് അന്ന് അദ്ദേഹം ആ ശേഷ് അദ്ദേഹത്തിനടുത്ത് വിട്ടത്. അവിടുന്ന് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിഷോരാവസ്ഥയായി. അവിടെ ആ സമയമായപ്പം അവിടെ അതേ വാരാണസിയുടെ അടുത്ത് തന്നെ ഒരു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കല്യാണാലോചന വരും. രത്നാവലി എന്ന് പറഞ്ഞ ഒരു വലിയൊരു പണ്ഡിതൻ്റെ മോളാണ്. ഭയങ്കര സുന്ദരിയും പാണ്ഡിത്യമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇദ്ദേഹം കല്യാണം കഴിക്കും. ഇപ്പം ചില സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് പറഞ്ഞത്, ഇത് പല ആൾക്കാരും സത്സംഗങ്ങളിൽ കേട്ട് കാണും. ഈ ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ആ രത്നാവലിയോടെ. ബിക്കോസ് അദ്ദേഹത്തിന് ഉള്ളിൽ ഇതുണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇത് കല്യാണം കഴിക്കണോ വേണ്ടിയ. പക്ഷെ ഗുരു ആഗ്യയായിരുന്നു കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഗൃഹസ്ഥാശ്രമത്തിൽ പോകണം. പക്ഷേ രത്നാവലിയുടെ കൂടെ ഭയങ്കര ആസക്തിയായിരുന്നു ഇദ്ദേഹത്തിന്, ഭയങ്കര പ്രണയമായിരുന്നു. ഇപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ രത്നാവലിയുടെ മുഖം നോക്കുക, ചിരിക്കുക, സംസാരിക്കുക, കെട്ടിപ്പിടിക്കുക. ഒരു ദിവസം രത്നാവലി എന്നെ പറഞ്ഞു, നിന്റെ കൂട്ടുകാരികൾ എന്നെ കളിയാക്കാറുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം കാണും. പക്ഷെ തുളസീദാസ് അത് മൈൻഡ് ആക്കാറില്ല. അപ്പം അങ്ങനെ അദ്ദേഹം ഈ വാരണാസിയിൽ സൈഡിൽ ഒരു കുടിലിട്ട് ഇദ്ദേഹം നിന്ന് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാഹ്മണൻ്റെ ഇത് പറയുന്ന രാമകഥയും പൂജാകർമ്മങ്ങളും ഈ സത്സംഗത്തിനൊക്കെ പോവുക, അതിൽ കിട്ടുന്ന വെച്ചിട്ട് കഴിക്കുക. ഇതിങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവിടെ നമ്മുടെ ദീപാവലി സമയം കഴിഞ്ഞ് ഭായി ദൂജ് എന്ന് പറഞ്ഞ ഫെസ്റ്റിവലുണ്ട്.
അപ്പം ആ സമയത്ത് രത്നാവലിയുടെ അനിയൻ ആനന്ദൻ അദ്ദേഹം വന്നിട്ട് രത്നാവലിയെ പറയും കൂട്ടിക്കൊണ്ടുപോകും, അച്ഛനും കൂടെ വരണം, നമ്മുടെ ഫെസ്റ്റിവലല്ലേ, വന്നേ പറ്റുള്ളൂ. അപ്പം ശരിയെന്ന് പോവാം, അച്ഛനും വയ്യ, അപ്പം കണ്ടിട്ടേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് വീട്ടിൽ ഭർത്താവില്ല. എന്ത് ചെയ്യും? ഒരു ലെറ്റർ ചെയ്തിട്ട് അദ്ദേഹം രത്നാവലി അങ്ങ് പോകും. രത്നാവലി പോയി വീട്ടിലെത്തി, അവരുടെ അമ്മയുടെ വീട്ടിൽ ആയി. 2 ദിവസം കഴിഞ്ഞ് നമ്മളെ തുളസിദാസി വരുമ്പോൾ രത്നാവലി കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമം. കാണാത്ത അവിടെയൊക്കെ നോക്കും, ലെറ്റർ കണ്ടപ്പം പോയി, കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ശ്രാവണ മാസമായിരുന്നു, അതായത് ഭയങ്കര മഴ പെയ്യുന്ന സമയം. ഇദ്ദേഹത്തിന് വേറെ വഴിയില്ല, ഇങ്ങനെയെങ്കിലും രത്നാവലിയെ കണ്ടേ പറ്റൂ. ഇദ്ദേഹം എന്ത് ചെയ്യും? വേറൊന്നും നോക്കത്തില്ല. ആ സമയത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളമൊന്നും നമ്മുടെ എന്താ പറയുക, ബോട്ടൊന്നും ഇല്ല, വെള്ളം ഇല്ല. നമുക്കറിയാം ഈ നദിയിൽ ആ സമയത്തൊക്കെ ശവങ്ങൾ കിടപ്പുണ്ടായിരിക്കുമല്ലോ, ഒഴുക്കി വിടും, പണ്ടത്തെ സമ്പ്രദായത്തിലാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ മുകളിൽ 2 ശവത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഒന്ന് നിൽക്കും, ഏതോ ഒരു കയറിയിട്ട് കെട്ടും. അപ്പുറത്ത് അല്ലെങ്കിൽ ഇത്രയും മഴയിൽ അദ്ദേഹം ആ വലിയൊരു ഗ്യാപ്പ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സ്ഥലത്തെത്തും. എത്തി മുകളിൽ ആ വീട് കയറണം. പാതിരാത്രിയിൽ ആ വീട് കയറാൻ വേണ്ടി കാണുന്നത് എന്തുവാ? ഒരു ചത്ത പാമ്പായിരുന്നു. പാമ്പിനെ വയറായിട്ട് റോപ്പായിട്ട് കണ്ട് അതിനെ പിടിച്ചിട്ടാണ് മുകളിൽ കയറുന്നത്. പിന്നെ തട്ടും, രത്നാവലി രത്നാവലി കഥ തുറക്കുക. പാതിരാത്രിയായി. രത്നാവലി പേടിച്ചു പോയി, എന്താ ആരാ വിളിക്കുന്നത്? നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡിനെ കാണും. നിങ്ങളിങ്ങനെ വന്നു? അപ്പം പറയേണ്ട ആവശ്യമില്ല, കണ്ടു, ചത്ത് കിടക്കുന്ന സർപ്പവും ദൂരെ ആ ഒരു ശവത്തിൻ്റെ മുകളിൽ കൂടെ വന്നത്. ഒരു ശ്ലോകമുണ്ട്, എനിക്കത് ഓർമ്മ വരുന്നില്ല, ഇച്ചിരി ദോഹയാണത്. അപ്പം രത്നാവലി പറഞ്ഞ ശ്ലോകമാണ്. അതായത് ആലിക്കണം, അതൊരു അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പണ്ഡിതൻ്റെ മോളാണ്. ഈ ഹാർഡ് മാസ് കെ ശരീര पर तुम्हें इतनी आसक्ति है, ഇത്രയും ആസക്തിയാണോ നിങ്ങൾ ഇതിൻ്റെ മജ്ജയും രക്തവും മാംസവും ഒക്കെ ഉള്ള ശരീരത്തിൽ? അതിൻ്റെ പുറകിലാണ് നിങ്ങൾ കടന്നു വരുന്നത്. അതിനുവേണ്ടി ഇത്രയും ദൂരെ നിന്ന് ഇത്രയും പ്രയാസപ്പെട്ട് യാത്ര ചെയ്ത് നിങ്ങൾ വന്നു. ഏതിനും മുകളിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല, അതിനും മുകളിൽ നിങ്ങൾ യാത്ര ചെയ്ത് വന്നു. അതിൻ്റെ ഒരു 1% ഇഫ് യു ഹാവ് യൂസ്ഡ് ഫോർ നോയിങ് ലോർഡ് രാമ, നിങ്ങൾക്ക് ഇപ്പോഴേ മുക്തി കിട്ടിപ്പോയത്. നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ഗുരു നിങ്ങളുടെ എന്താ പറഞ്ഞത്? അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു. അല്ല സാധാരണ ഗൃഹസ്ഥനായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പറയും, ഇത്രയും നല്ല അവസരം കിട്ടിയത്, ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടിയത് നമ്മളെപ്പോഴും നോക്കുന്നത് നല്ലതാണെന്നേ പറയുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയ തുളസിദാസിൻ്റെ ഒരു വലിയൊരു ജന്മപുണ്യമായിരുന്നു. സത്യം പറഞ്ഞ തുളസിദാസിൻ്റെ അദ്ദേഹം പറയാറുണ്ട്, ഫസ്റ്റ് ഗുരു അദ്ദേഹത്തിൻ്റെ വൈഫ് രത്നാവലി തന്നെയായിരുന്നു. കുറേ ജ്ഞാനങ്ങളും കുറേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടി. പക്ഷെ ആ ടേണിംഗ് പോയിന്റ്, ഒരു കൊട്ട് കിട്ടിയത് രത്നാവലിയിൽ നിന്നായിരുന്നു. ഓൺ ദ സ്പോട്ട് ഇറങ്ങി, തിരിച്ചു നോക്കിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ചേഞ്ച് ഉണ്ടായി തുടങ്ങി. ഇതേപോലെ തന്നെ നമ്മൾ വാൽമീകി രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, വാൽമീകി രാമായണത്തിലും രത്നാകരനൊരു കൊട്ടാണ് രത്നാകരൻ്റെ വൈഫ് കൊടുത്തേക്കുന്നത്. ആ സപ്തഋഷികൾ പറഞ്ഞ ഉത്തരങ്ങൾ നമുക്കറിയാം. അത് ചോദിക്കുമല്ലോ, ആർ യു റെഡി ടു ആക്സെപ്റ്റ് ദ ഡീഡ്സ്? നിങ്ങൾ ചെയ്തതിനെ നിങ്ങൾ എടുക്കാൻ തയ്യാറാണോ? ഞാനെന്ന് പാവം നിങ്ങളല്ലേ ചെയ്തത്, നിങ്ങളാണ് കട്ടൗണ്ട് വരുന്നത്, അതിൽ നമ്മളെന്തിനാ എടുക്കുന്നത്? ഓൺ ദ സ്പോട്ട് അദ്ദേഹം ഇറങ്ങി. ഓൺ ദ സ്പോട്ട്. അത് ആ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മിസ്റ്റേക്ക്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. സത്യം പറഞ്ഞാൽ ആ സമയത്ത് തുളസിദാസ് രത്നാവലി നമസ്കരിച്ച് പിറകോട്ട് പോകും. രാമനാമം മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. ഇനിയും ജീവിക്കുന്നത് രാമന് വേണ്ടി മാത്രമായിരുന്നു, വേറെ ആർക്കും വേണ്ടി അല്ല എന്ന് പറഞ്ഞ് തുളസിദാസ് റിയലി ഗോസ്വാമി തുളസിദാസായി ആ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി. അദ്ദേഹം ഇനി ചെയ്യേണ്ട അടുത്ത പരിപാടികളായി. ഗുരുവിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. അതേ കുറേ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു വയസ്സായി, അദ്ദേഹത്തിൻ്റെയും ശരീരം വിട്ടുപോകും. പക്ഷേ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, എന്താണ് ചെയ്യേണ്ടത്.
വേറെ അവിടെ ഇവിടെ നലയേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇപ്പം ഈ ഇത്രയും നല്ല സാധന ചെയ്യുന്ന ഒരു തുളസിദാസിൻ്റെ ഗുണങ്ങൾ പറയുകയാണ്. ഇപ്പം ഈ ഇതിലിപ്പം വരാൻ പോകുന്ന സന്ദർഭം ഞാൻ പണ്ട് എൻ്റെ ഗുരുവിനോട് എനിക്കൊരു 10 വർഷം മുമ്പ് ചോദിച്ച ഒരു കാര്യമാണ്. അതായത് തുളസിദാസിന് ഈ വാരാണസിയിൽ അദ്ദേഹം കൂടുതൽ താമസിച്ചിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ബാത്റൂമിൽ പോയിട്ട് മിച്ചം വരുന്ന അദ്ദേഹം ഈ 24 hours he will chant രാമനാമം. ആ വെള്ളം അവിടെ ഒരു ബബൂൽ പീപ്പൽ മരത്തിൽ അവിടെ ഒഴിക്കുമായിരുന്നു. ഇതിങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന നിത്യകർമ്മം. അതായത് ഉണങ്ങിയൊരു ചെടിയായിരുന്നു, ഇച്ചിരി ജീവനേ ഉള്ളൂ. പക്ഷേ ആ കക്കൂസി പോകുന്ന ആ വെളിക്കിറങ്ങുന്ന ഉപയോഗിച്ചിരുന്ന വെള്ളമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അവിടെയും രാമനാമം ജപിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. ആ മരത്തിൽ ഒരു ബ്രഹ്മരക്ഷസ് താമസിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ആ രാമനാമം ഈ ഇത്രയും വലിയ ഒരു സാധകൻ പറഞ്ഞ കാരണം അദ്ദേഹത്തിന് അതൊരു മോക്ഷകാരണത്തിനൊരു കാരണമായി. എവിടെയോ കിടന്ന് ബന്ധനസ്ഥയിൽ കിടന്ന് അദ്ദേഹം റിലീസാവാൻ തുടങ്ങി. ഇപ്പം നമ്മൾ വിചാരിക്കാൻ നോക്കിയാൽ ഇത് ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പം അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യമാണ്. അതായത് ചില അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മരങ്ങൾ കാണാം അല്ലേ, അവിടെ പോസിറ്റീവ് കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ സൂക്ഷ്മമായി ചില ജീവികളുണ്ടാവും, അവർ വസിക്കുന്ന സ്ഥലമാണ്. അത് നെഗറ്റീവായിട്ടും ഉണ്ട് പോസിറ്റീവായിട്ടും ഉണ്ട്. അപ്പം ഈ യൂണിവേഴ്സ് ഇറ്റ്സെൽഫ് ഈസ് ലൈക്ക് എ യിങ് ആൻഡ് യാങ് അല്ലേ. നമ്മൾ ഇപ്പം ഗുരു ശിഷ്യൻ എന്ന് പറയുന്നത് തന്നെ പ്രകൃതിക്ക് നമ്മൾ പ്രകൃതിക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ മരങ്ങൾക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഓക്സിജൻ എടുക്കുകയാണ്. പക്ഷേ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? തിരിച്ചൊന്നും കൊടുക്കത്തില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രശ്നമുള്ള സംഭവം. ബാക്കി എല്ലാം ചെയ്യും. ഇപ്പം തന്നെ ഈ പറഞ്ഞ പ്രേതം പോലും ഫ്രണ്ടി വന്ന് ആദ്യം പറഞ്ഞ് താങ്ക്ഫുൾ പറയും, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ. അതാണ് ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ജപിച്ച രാമനാമം കാരണം ഞാൻ മുന്നോട്ട് പോയി. അപ്പം എനിക്ക് താങ്കൾക്ക് എന്ത് തരാൻ പറ്റും? അതാണ് ആദ്യമേ ആ ബ്രഹ്മരക്ഷസ് ഈ തുളസിദാസിനോട് ചോദിച്ചത്. പക്ഷേ ഈ നമ്മളിപ്പോൾ വേറെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊന്നും കൊടുക്കാറില്ല. അമ്പലത്തിൽ പോകും, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വേറെ അകർമ്മങ്ങളൊന്നും അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് കർമാസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഡു യു തിങ്ക് വി ഹാവ് ദ റൈറ്റ് ടു ഈറ്റ് ദാറ്റ് ഫുഡ്? നമ്മളൊരു മരത്തിൽ നിന്ന് ഒരു ഫ്രൂട്ട് പറിച്ചാൽ ആ മരത്തിന് മനസ്സുകൊണ്ട് താങ്ക്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ നോക്കണം. ഇപ്പം നമ്മളത് ചെയ്തില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്, ബിക്കോസ് ദാറ്റ് കർമ്മ വിൽ കം ബാക്ക് ടു യു. ദാറ്റ് കർമ്മ വിൽ കം ബാക്ക് ടു യു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇപ്പം ഏറ്റവും വലിയ ഈ ഒരു സർവീസ് സെൻറ്ററും കൂടെയാണ്, പക്ഷേ ഏറ്റവും വലിയ കർമ്മ ബോണ്ടിങ് സെൻറ്ററും കൂടെയാണ് ഈ അമ്പലം, ഗുരുദ്വാരയെല്ലാം. ഗുരുദ്വാര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ഗുരുദ്വാരകളിലെല്ലാം സേവ ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. ചപ്പാത്തി ഉണ്ടാക്കാം, പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വരുന്ന ആൾക്കാരുടെ ഷൂ തുടയ്ക്കാൻ പറയും. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഫ്രീ ഫുഡ് കഴിച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്നും ചെയ്യേണ്ട ആ ഒരു ജീവൻ അത് പോയി കഴിഞ്ഞാൽ അവൻ അറിയുന്നില്ല അവൻ അതിൽ ബൗണ്ടഡ് ആണ്. ബിക്കോസ് അവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് അവിടെ നിന്നല്ല ഇവിടെയും നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മനസ്സിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. താങ്ക് യു ഫോർ ദ ഫുഡ് ദാറ്റ് വി ആർ ഗെറ്റിംഗ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് എടുത്തു, നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കർമ്മ തിരിച്ചു വരും. പക്ഷെ ആലോചിച്ച് നോക്കുന്ന ആ ബ്രഹ്മരക്ഷസും ഇതേപോലെ തിരിച്ചു അദ്ദേഹത്തിനും അറിയാമായിരുന്നു ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ആ കാലം തിരിച്ചു. ഇപ്പം നമ്മൾ നമ്മുടെ ഗുരുവിനെ അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്ററിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാലം തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും തിരിച്ചു തരും, തിരിച്ച് ഒരു റെസ്പെക്റ്റോടെ തിരിച്ചു തരും. അത് തന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ, ഒരു ഗുരുവും ശിഷ്യനും. ഇപ്പം ഗുരു എന്ന് പറയുന്നത് ഹൂ ഇസ് റെഡി ടു ഗിവ് എവറിഥിങ്, അല്ല ശിഷ്യൻ ഇസ് റെഡി ടു ഗിവ് എവറിഥിങ് ആൻഡ് ഗുരു ഇസ് ഹൂ ഡസൻ വാണ്ട് എനിത്തിങ് ഫ്രം ദ ശിഷ്യ അല്ലേ. ഇപ്പം പറയാറുണ്ട്, ഇപ്പം ഭക്തിയും നമ്മൾ ചെയ്യുന്ന സാധനം നമ്മുടേതായി ചെയ്യുന്ന ചില പ്രേമഭാവങ്ങളൊക്കെ ഭയങ്കര ക്ലോസ് സൂക്ഷ്മമായി വയ്ക്കണം. നോളേജും സ്പിരിച്വാലിറ്റി ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. നോളേജ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി, പക്ഷേ പണി ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അബണ്ടൻ്റ്ലി. ഭയങ്കരമായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. പക്ഷേ കലികാലത്ത് എന്ത് പറ്റി,
നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റീൽസിലും അത് വെച്ച് നമ്മൾ സ്പ്രെഡാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണോ അകത്ത് സൂക്ഷിക്കേണ്ടത് നമ്മളത് സൂക്ഷിക്കുന്നുമില്ല, അത് സീക്രട്ടായിട്ട് വയ്ക്കുന്നുമില്ല. അതാണ് ഒരിക്കലും നമ്മൾ വിചാരിക്കും ഇത് നല്ലൊരു വലിയ ഗുരുവാണ്, ഇത് വലിയൊരു സാധകനാണ്, അല്ലെങ്കിൽ ഇത് വലിയൊരു ഋഷിയാണ്. അവിടെയാണ് നമുക്ക് ശരിയും തെറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുക. ഇപ്പം ഈ ബ്രഹ്മരക്ഷസിനെ മനസ്സിലായ തുളസിദാസ് ആരായിരുന്നു? തുളസിദാസ് തിരിച്ചു ചോദിക്കും, എനിക്കത് അറിയത്തില്ലായിരുന്നു, ഞാൻ ചെയ്യുന്ന സാധന കാരണം താങ്കൾക്ക് മോക്ഷം കിട്ടിയോ, അല്ലെങ്കിൽ അടുത്ത ഒരു ബർത്തിന് ഒരു കാരണമായി, പറയൂ, എനിക്ക് താങ്കൾക്ക് ഞാൻ എന്താണ് കൂടുതൽ സഹായം ചെയ്തതിന് വളരെ സന്തോഷം. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ താങ്കൾ ചോദിച്ചു, ഓക്കെ, എനിക്ക് എന്തെങ്കിലും തരണം. എനിക്ക് വേണ്ടത് രാമരസമാണ്, എനിക്ക് വേണ്ട ശ്രീരാമനെ, എൻ്റെ പ്രഭുവിനെ കാണണം, എനിക്ക് മുന്നോട്ടുള്ള യാത്ര ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ബ്രഹ്മരാക്ഷസ് പറഞ്ഞു, രാമനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ യോനിയിൽ ഇരിക്കത്തില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ താങ്കൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം, രാമനെ കാണണമെങ്കിൽ രാമഭക്തനായ ഹനുമാനെ നിങ്ങൾ പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് താങ്കൾക്ക് അറിയത്തില്ല, താങ്കൾ എല്ലാ ദിവസവും പറയുന്ന രാമകഥ ഈവനിങ്ങിൽ നിങ്ങൾ സത്സംഗം ചെയ്യുന്ന അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ഒരു വൃദ്ധനായ ലെപ്രസി വെച്ച ഒരാളുണ്ടാവും, ആരെയും കാണാതെ, ആരും അടുത്ത് വരാത്ത രീതി. അറിയാലോ, ഒരു ലെപ്രസി വെച്ച ആളാവുമ്പോൾ എന്താ, ആരും അടുത്തും വരില്ല. അപ്പോൾ ഒരു സാധകൻ എങ്ങനെയായിരിക്കും? നല്ലൊരു സാധനയാണെങ്കിൽ ആരും അടുത്ത് വരണ്ട, ഹി വിൽ കീപ് ഹിസ് സാധന ഭയങ്കര നാരോ, ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹനുമാൻ എങ്ങനെയായിരുന്നു? ആരും അടുത്ത് വരണ്ട, ആരും അറിയണ്ട, ലെപ്രസി ലെവലിൽ വന്ന് ഒരു വൃദ്ധനായി ഷോളൊക്കെ എടുത്ത് വെച്ച്, ശരീരത്തിൽ ദുർഗന്ധമാണ്, ആരും വരത്തില്ലല്ലോ അടുത്ത്. അദ്ദേഹം ഫസ്റ്റ് സത്സംഗത്തിൽ വരും, ലാസ്റ്റിലെ അദ്ദേഹം പോകത്തുള്ളൂ. ഇത് എത്രയോ മാസങ്ങളായിട്ട് നടക്കുമായിരുന്നു. ഇന്ന് ആ പ്രേതം ഈ തുളസിദാസിയുടെ അടുത്ത് പറയും. അപ്പോൾ തുളസിദാസ്, ഹനുമാൻ സ്വാമിയോ എൻ്റെ അടുത്തും? അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ഇതൊക്കെ 15th century അതൊക്കെ ചുമ്മാതായിരിക്കും. പക്ഷേ നമ്മൾ ഹനുമാനെ ഇപ്പോൾ നമ്മൾ കുരങ്ങൻ്റെ രൂപമോ അതൊരു യോഗിയായിട്ട് കണ്ടാൽ മതി. നമ്മൾ പറഞ്ഞു, അദ്ദേഹം സാധന കറക്റ്റായിട്ട് ചെയ്തു, ബ്ലെസ്സിങ് യൂണിവേഴ്സ് നൽകി, അടുത്ത ഗുരുവിനെ കിട്ടി. നമ്മൾ ചർച്ച ചെയ്ത അതേ ടോപ്പിക്കാണ്, ഗുരുവിനെ കിട്ടി. ഇതാണ്ട് അടുത്തൊരു വേ കറക്റ്റായിട്ട് വന്നു. ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിയോ, തുളസിദാസ് ജീവിതം. ഭാര്യ അദ്ദേഹം സ്നേഹിച്ച തെറ്റല്ല, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. പ്രേമിക്കാൻ ആരുമില്ല, മിണ്ടാനും ആരുമില്ല, പറയാനും ആരുമില്ല, ഒരു ഭാര്യയിലേ കിട്ടിയുള്ളൂ. അത് എന്താ തെറ്റെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഭഗവാൻ അറിയാം, ഈശ്വരന് ഹി ഹാസ് എ ബിഗർ മോഡൽ ടു ഡു, ബിഗർ തിങ്സ് ടു ഡു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഭാര്യ വരെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി, തുളസിദാസ് ഈ രാമകഥ പറയുമ്പോൾ അങ്ങനെ ഒരാളുണ്ടോ, സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം രാമകഥ പറഞ്ഞപ്പം എല്ലാം കഴിഞ്ഞ് ഈവനിങ് പ്രസാദം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ആ സ്വാമി പുറകിലോട്ട് ഇങ്ങനെ പോവാം. വൃദ്ധൻ പോയി പതുക്കെ കാട്ടിലോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ഒറ്റ പിടി കാലിലോട്ട്. തുളസിദാസ്, എനിക്കറിയാൻ പ്രഭു താങ്കൾ ആരാണ്, ഇനി ഞാൻ താങ്കളെ കാല് വിടൂല. അപ്പം അയാൾ പറഞ്ഞു, നിങ്ങൾ മനുഷ്യ കാണിക്കുക, ഓൾറെഡി എനിക്ക് ലെപ്രസി പിടിച്ച് കിടക്കുക, ഈ താങ്കളൊരു ബ്രാഹ്മണനാണ്, ഞാനൊരു ശൂദ്രനാണ്, ഏറ്റവും നീചജാതിയാണ്, താങ്കൾ എന്നെ തുടരുത്. ആ സമയത്തുള്ള കൺവെർസേഷനാണിത്. ആ സമയത്ത് നമുക്കറിയാം, ബ്രാഹ്മണനും ശൂദ്രനും അവരൊന്നും അടുത്ത്, ഞാനൊരു ആ ലെവലിൽ നിൽക്കുന്നതാണ്, നിങ്ങൾ അടുത്ത് പോലും വരരുത്. പക്ഷേ എന്ത് പറഞ്ഞാലും അദ്ദേഹം പറയും, എനിക്കറിയാം താങ്കൾ രാമഭക്തൻ തന്നെയാണ്, ഹനുമാൻജിയാണ്, എനിക്ക് വേറെ വഴിയിലെ കുറേ ഹനുമാൻ സ്വാമി ശ്രമിച്ചു കാല് പിടിച്ച് മാറ്റാനും തള്ളി മാറ്റാനും. പക്ഷെ തുളസിദാസ് സാധനയിൽ സ്ട്രോങ് ആയി നിൽക്ക് ആ രണ്ട് കാലും വിട്ടില്ല. അങ്ങനെ മഹാവീർ ബജ്രംഗി ഫ്രണ്ടിൽ വന്നു, പറയൂ എന്താ വേണ്ടേ എന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, താങ്കളടുത്ത് എന്താ പറയണ്ടേ, താങ്കൾക്കറിയാവുന്ന, ബിക്കോസ് താങ്കളുടെ ഗ്രേസ് ഇല്ലാതെ എനിക്ക് എൻ്റെ പ്രഭുവിനെ കാണാൻ പറ്റത്തില്ല. താങ്കൾ വന്നതും താങ്കൾ പറയാറുണ്ട്, നമ്മുടെ ഈ രാമായണം രാമകഥ ഉള്ള സമയത്തൊക്കെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവും എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റ് നമ്മൾ, അതുകൊണ്ട് തന്നെ ഞാനും ആക്ച്വലി രാമകഥ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഹനുമാൻ സ്വാമിയെ ജപിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പം പണ്ട് നോർത്തിലൊക്കെ ഇപ്പോഴൊരു സങ്കല്പം അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടാവും. അപ്പം ഈ രാമകഥ കേൾക്കാൻ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഹനുമാൻ സ്വാമി രാമകഥ നന്നായിട്ട് പറയുന്നതുകൊണ്ടാണല്ലോ തുളസിദാസിനെ കാണാൻ ഹനുമാൻജി വന്നത്. അപ്പം എനിക്ക് വേണ്ടത് രാമരസം ആണ്, ഭഗവാൻ ശ്രീരാമൻ്റെ
ഇങ്ങനെയാണ് എനിക്ക് ഭഗവാനെ കാണേണ്ടത്, അതെനിക്ക് താങ്കൾ പറഞ്ഞു തന്നേ പറ്റുള്ളൂ. ലളിത വിശാഖ സഖിയുടെ അനുവാദം ഇല്ലാതെ രാധാകൃഷ്ണനെ കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുവാദമില്ലാതെ നമുക്ക് സീതാരാമനെ കാണാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ത്യാഗരാജ കീർത്തനമാണോ ഒരു ഇതുണ്ട്, ഒരു വലിയൊരു ഫേമസ് ലൈനാണ്, പിബരേ രാമരസം രസനെ പിബരേ രാമരസം പിബരേ രാമരസം രസനെ പിബരേ രാമരസം. ശിവേന്ദ്ര സ്വാമിയാണെന്ന് തോന്നുന്നു, കർണാടക മ്യൂസിയം. അദ്ദേഹം പറയാണ് ടങ്കിനോട്, നീ രാമരസം മാത്രമേ ചെയ്യുള്ളൂ. ഈ രാമരസത്തിന് വേണ്ടിയായിരുന്നു ഹനുമാൻ സ്വാമിയുടെ അടുത്ത് തുളസീദാസൻ കയറി പിടിച്ചത്. അവസാനം ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് പറയും, താങ്കൾക്ക് വാരാണസി വിടാൻ സമയമായി, രാമനെ കാണണോ? നോ, യു വിൽ ഹാവ് ടു ഗോ ടു അവധപുരി, ചിത്രകൂട്ട്. യു വിൽ ഹാവ് ടു മൂവ് ടു ചിത്രകൂട്ട് എന്ന് പറയും. ചിത്രകൂട്ട് പോകേണ്ടി വരും. അടുത്ത ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് തുളസീദാസ് ചിത്രകൂട്ടിൽ പോകും. അവിടെയും ഒരു ചെറിയ കുടിലിൽ വെച്ച് കാത്തിരിക്കുക. ഹനുമാൻ സ്വാമി പറഞ്ഞ പോലെ രാമനെയും ലക്ഷ്മണനെയും കാണണം. ബിക്കോസ് അത് കണ്ടാൽ മാത്രം ചെയ്തിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഗുരുസങ്കല്പം പൂർത്തീകരിക്കാൻ. അതേ സമയത്ത് എന്താ പറയുക, ഒരു കുതിരപ്പുറത്ത് 2 സുന്ദര രാജകുമാരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, സംസാരിക്കും, പോവും. പക്ഷെ അദ്ദേഹം നോട്ടീസ് ചെയ്യത്തില്ല. കാണാം, ഏറ്റവും നല്ല രാജകുമാരന്മാരാണ്. ഒരു ശ്യാമവർണ്ണം, ഒന്ന് ഗൗരവർണ്ണം, ഒരു 2 കുതിരപ്പുറത്ത് 2 രാജകുമാരൻ. ഹനുമാൻ സ്വാമി പിന്നെയും പറയും, എന്ത് പറ്റി, രാമനെയും ലക്ഷ്മണനെയും കണ്ട് സംസാരിച്ചോ? ഇല്ല. അപ്പം പറയുന്നതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പോയായിരുന്നല്ലോ. അപ്പം തുളസീദാസ് പറയും, അയ്യോ എനിക്കറിയത്തില്ലായിരുന്നല്ലോ അതെന്ന് പറയും. അതിപ്പം നിൻ്റെ തെറ്റല്ലേ? അതും ആലോചിക്കണം. ഇപ്പം ഭഗവാൻ ഫ്രണ്ടിൽ വന്നു, നല്ല സാധകനാണ്, എന്നിട്ടും കണ്ടില്ല അല്ലേ? ഇതിപ്പം നമ്മുടെ യശോദാമ്മ കണ്ടതുപോലെ എല്ലാം കണ്ടു, മറന്നുപോയി. അപ്പം ആലോചിക്കണം, ഫ്രണ്ടിൽ വന്നിട്ടും കാര്യമില്ല, അപ്പോഴും മായ വർക്ക് ചെയ്യും. ദുര്യോധനന് അറിയാത്തതൊന്നുമല്ലല്ലോ കൃഷ്ണൻ ആരാണ്. ദുര്യോധനനും കണ്ടു വിശ്വരൂപം, പക്ഷെ അപ്പോഴും മറന്നുപോയി. അപ്പം ഈ തുളസീദാസ് ഇത്രയും സാധകനായിട്ട് കണ്ടില്ല. അപ്പം പിന്നെയും പറയും, ഗുരു താങ്കളുടെ അനുഗ്രഹം അതിനകത്തില്ലായിരുന്നു. പിന്നെ ഹനുമാൻ സ്വാമിയുടെ മണ്ടയ്ക്ക് എന്നെ ഇട്ട് കൊടുത്തു. താങ്കളുടെ ഗ്രേസ് ഇല്ല, താങ്കൾ അനുവാദിക്കാതെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രാമനെയും ലക്ഷ്മണനെ കാണുന്നതെന്ന് പറയും. ശരി, അടുത്ത ദിവസം പിന്നെ ഒരു അവസരം ഉണ്ടാവും എന്ന് പറയും. പിന്നെ ചിത്രകൂട്ടിൽ അദ്ദേഹം ഒരു ഘാട്ടിന് മലയാളത്തിൽ എന്താ പറയുന്നത്, അതായത് ആ തീരത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ചന്ദനം അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ വരും, കാണാൻ വേണ്ടി വരും. അപ്പോൾ ഒരു കൊച്ചു ബാലകൻ അവിടെ വരും. ബാബ, എനിക്കൊരു തിലകെട്ട് തരാമോ എന്ന് ചോദിക്കും. അപ്പം തുളസീദാസ്, ഇല്ല, അത് ഞാൻ ഇനി മാറ്റി വെച്ചേക്കുക. ആ കൊച്ചിനോട് വലിയൊരു വാത്സല്യമൊക്കെ അദ്ദേഹം തോന്നി. അപ്പം ഈ ഭയങ്കര ഒരു ഫേമസ് ശ്ലോക് ഈ രാമചരിത മനസ്സിൽ വരുന്നുണ്ട്. അതായത് ചിത്രകൂട്ട് കി ഘാട്ട് പർ സന്തൻ കി ഭീർ തുളസീദാസ് ചന്ദൻ ഗിസെ തിലക് കരി രഘുബീർ. ഇതൊരു തത്ത വന്ന് അവിടെ പറയും. അപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഇത് രഘുബീരാണ്, നമ്മുടെ ശ്രീരാമനാണ്. തിലകം ഇടും, രാമൻ അവിടുന്ന് അപ്രത്യക്ഷനാവും. ആ തത്ത ഹനുമാൻജി സ്വാമി പിന്നെ ഒരു സംഗീതം കൊടുത്തതാണ്. അതായത് ഫ്രണ്ടിൽ വന്നാലും നമ്മുടെ മനസ്സറിയണ്ടേ അത് ഈശ്വരനാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസ് വേണം. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞൊരു സ്പർശം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്പാർക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഗ്രേസ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോഴാണ് തുളസീദാസിൻ്റെ അടുത്ത ജന്മമുണ്ടായി. മേ ബി ഹി ബിക്കേം എ റിയൽ വാൽമീകി വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് അദ്ദേഹം എന്താ പറയുക, രാമചരിത മാനസ് എഴുതാനുള്ളതും കാര്യങ്ങളൊക്കെ എഴുതി അദ്ദേഹത്തിന് വിഷൻസ് വരാൻ തുടങ്ങി. അതിനുശേഷമാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം അവിടെ നിന്നില്ല. അവിടുന്ന് അയോധ്യയിൽ പോയി, സരയൂ നദിയുടെ അവിടെ തീരത്ത് രാമനവമി ദിവസമാണ് അദ്ദേഹം ഈ രാമചരിത മാനസ് എഴുതാൻ തുടങ്ങിയത്. ഈ രാമചരിത മാനസ് അദ്ദേഹം ആദ്യം സംസ്കൃതത്തിലാണ് എഴുതാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം എഴുതും, ഓരോ പ്രാവശ്യം ആകുമ്പോൾ അത് മായഞ്ഞു പോവായിരുന്നു.
ഓരോ പ്രാവശ്യം ഇത് മാഞ്ഞു പോവും, പിന്നെ അത് ശരിയാവുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പറയുന്നു, ഉമാമഹേശ്വരൻ വന്ന് പറയണത് സി യു വിൽ ഹാവ് ടു റൈറ്റ് ദ സ്റ്റോറി ഇൻ ലോകഭാഷ, ഇൻ അവധി ഭാഷ. ആ സമയത്ത് ഇപ്പോൾ സംസ്കൃതം എല്ലാവർക്കും അറിയത്തില്ല, സംസ്കൃതം എല്ലാവർക്കും മനസ്സിലാവത്തില്ല. രാമൻ എന്താണ്, രാമൻ്റെ ഗുണങ്ങൾ എന്താണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭാവന തുളസീദാസ് സ്പ്രെഡ് ചെയ്യണം. അങ്ങനെയാണ് അദ്ദേഹം അവിടുത്തെ ലോക്കൽ ഭാഷയും അവധി ഭാഷയും കൂടെ മിക്സ് ചെയ്തിട്ട് രാമചരിതമാനസ് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പം സാധാരണ രാമായണവും ഇതും കൂടെ നോക്കിയാൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മളിപ്പം സാധാരണ ടി വിയിൽ കാണുന്ന പോലെ എന്താ സീതാസ്വയംവരം, ലക്ഷ്മൺ രേഖ. സീതാസ്വയംവരം എന്ന രാമായണത്തിലേ ഇല്ല. രാവണൻ 2 പ്രാവശ്യം സീതയെ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിലെ തന്നെ. ഇതൊക്കെ രാമായണത്തിലുണ്ട്, പക്ഷെ വാൽമീകി രാമായണത്തിലുണ്ട്, മറ്റേതിലില്ല. ലക്ഷ്മൺ രേഖയില്ല, സീതാ സ്വയംവരം ഇല്ല, ശബരിയുടെ സ്റ്റോറി പോലും ഇല്ല. ശബരി എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറി പറയുന്നത് അതൊക്കെ തുളസി രാമായണത്തിലാണ് വരുന്നത്, മറ്റേതിലില്ല. ഈ തുളസി രാമായണം അല്ലെങ്കിൽ തുളസി അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലൂടെയാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ രാമായണത്തിലെ ശ്രീരാമനെ ഒരു ഉത്തമ പുരുഷനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ രാമചരിതമാനസ് ഇറ്റ്സ് എൻ ഓഷ്യൻ ഓഫ് ലവ് ഓഫ് ഡിവൈൻ ഗോഡ് റാം. അതിനകത്ത് ഫുൾ രാമഭാവവും രാമൻ്റെ പ്രേമവും. അതിനകത്ത് 2-3 നല്ല വാക്കുകൾ പറയുന്നുണ്ട്. ജാക്കെ ഹൃദയ പ്രഭു മൂരത്ത് ജയ്സി. അതായത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണോ ഭഗവാന്റെ രൂപം വധിക്കുന്ന ആ രൂപത്തിൽ ഭഗവാൻ വരും. അതായത് ഈ രാമനെ തന്നെ പ്രണയിക്കണമെന്നില്ല, നമ്മൾ ഏതിനെയാണോ പ്രണയിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന അതേ രൂപത്തിൽ ഫ്രണ്ടിൽ വരും. ഇതിൽ വേറൊരു ശ്ലോകത്തിന് മീനിങ് ഉണ്ട്. അതായത് രാമൻ്റെ അടുത്ത് പേര് ചോദിക്കുമ്പോൾ രാമ എന്ന് പറയുമ്പോൾ അതായത് ബ്രഹ്മത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നത് പോലെയാണ് അവിടെ പറയുന്നത്. രാമൻ എല്ലാത്തിലും ഭ്രമിച്ചിരിക്കുന്ന രാമൻ തന്നെയാണ് ഈ രാമൻ. അതായത് ആ അൾട്ടിമേറ്റ് ബ്രഹ്മനും രാമനും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ രാമായണത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്താ പറയുക, ഈ സീതാദേവി ഭൂമിയിൽ പോകുന്ന അതിനെക്കുറിച്ചൊന്നും ഇട്ടിട്ടില്ല. കുറേ ഫിലോസഫി എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ വാൽമീകി രാമായണത്തിൽ എന്ന് വെച്ചാൽ കുറേ ഒരു ആദർശ പുരുഷനും ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയാണ്. വാനരസേന എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഒരിക്കലും കുരങ്ങൻ്റെ രൂപത്തിലുള്ള ഒന്നുമല്ല. ദേ വർ ലൈക്ക് വാരിയേഴ്സ്, അങ്ങനെയായിരുന്നു. അതൊരു ഇതിഹാസമായിരുന്നു. പക്ഷെ അതിലാണെങ്കിൽ 24,000 ശ്ലോകാസ് ഉണ്ട്, 500 ചാപ്റ്റേഴ്സും ഉണ്ട്. അതിൽ വേറൊരു ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്, എനിക്ക് ഓരോ 1000 ശ്ലോകം കഴിഞ്ഞ് രാമായണത്തിൽ ഫസ്റ്റ് ലെറ്റർ, ഓരോ 1000 ശ്ലോകം കഴിഞ്ഞിട്ട് രാമായണത്തിന് ഫസ്റ്റ് ലെറ്റർ, ഈ ലെറ്റേഴ്സ് എല്ലാം നമ്മൾ 24 ലെറ്റേഴ്സ് കിട്ടും. ആ 24 ലെറ്റേഴ്സാണ് ഗായത്രി മന്ത്രം. രാമായണത്തിലെ വാൽമീകി രാമായണത്തിൻ്റെ ഓരോ 1000 ലെറ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് ഓം ഭൂർഭുവ, അത് ഒരു ഇവോക്കേഷനാണ്. അത് കഴിഞ്ഞ് വരുന്ന തത്സവ്യത്തുർവഴീന്യം, അതൊക്കെ വരുന്നത് ഓരോ ലെറ്റർ നമ്മൾ എടുത്ത് 24 ലെറ്റേഴ്സുണ്ട്. 1000 ശ്ലോകം കഴിഞ്ഞ് ഫസ്റ്റ് ലെറ്റർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാമായണം ഉച്ചരിക്കുന്നത് പോലെ തന്നെയാണ്. ബിക്കോസ് അതും സൂര്യവംശമാണ്, സൂര്യദേവന് വേണ്ടിയാണ്. അത് വേറെ ഫിലോസഫിയിലാണ് രാമായണം എഴുതുന്നത്. തുളസീദാസിൻ്റെ രാമായണമാണെങ്കിലോ ഭക്തിപൂർവം ഇങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ജീവിക്കുന്നത്, സൊസൈറ്റി ഇങ്ങനെയാണ്. ആദ്യം തുടങ്ങുന്ന ശിവപാർവതി സംവാദം വഴിയൊക്കെയാണ് രാമചരിതമാനസിൽ ഫുള്ള് പറയുന്നത്. അങ്ങനെ രാമായണം എഴുതാനുള്ള കാര്യങ്ങൾ വന്നു. അദ്ദേഹം ആ രാമായണം ആദ്യമേ പോയി ആർക്കാ സമർപ്പിക്കുന്നത്? ഭോലേനാഥ്, നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി സമർപ്പിക്കുക ചെയ്യുന്നത്. അദ്ദേഹം പതുക്കെ ഫേമസ് ആവാൻ തുടങ്ങി. അറിയാമല്ലോ, ഫേമസ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ്. കാശി എന്ന് പറയുന്ന, വാരാണസി എന്ന് പറഞ്ഞ പണ്ഡിതങ്ങളുടെ ഏരിയകളായിരുന്നു. അവർക്ക് ആർക്കും സഹിച്ചില്ല. ഹൗ ക്യാൻ എ പേഴ്സൺ റൈറ്റ് രാമ സ്റ്റോറി ഇൻ ലോക്കൽ ലാംഗ്വേജ്? അത് അവർക്ക് സഹിച്ചില്ല. കുറേ ആൾക്കാർ ശ്രമിച്ചു ഈ രാമായണം കത്തിച്ച് കളയാനും, ഒന്നും പറ്റിയില്ല. നമുക്ക് അവസാനമായപ്പോൾ പറയപ്പെടുന്ന വെച്ചാൽ അവിടുത്തെ ഒരു പണ്ഡിതൻ പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിശ്വനാഥൻ സ്വാമിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. അതായത് കാശി വിശ്വനാഥൻ്റെ അടുത്ത് തന്നെ ഈ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി വെക്കാം. അപ്പോൾ അവർ പോയി പറയുന്നതെന്ന് വെച്ചാൽ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് ഭഗവാൻ ശിവൻ്റെ അടുത്ത് ഫ്രണ്ടിൽ ഏറ്റവും താഴെ രാമചരിതമാനസ്, അതിൻ്റെ മുകളിൽ
ഉപനിഷത്തുകളും വേറെ ശാസ്ത്രങ്ങളും ഏറ്റവും മുകളിൽ വേദങ്ങൾ വെച്ചു പറഞ്ഞ് അടുത്തത് എന്നിട്ട് അടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അടച്ചു കഴിഞ്ഞിട്ട് പറയും നമുക്ക് നോക്കാം ഭഗവാന്റെ എന്താണ് അതിൻ്റെ ഉത്തരം. പക്ഷെ അടുത്ത ദിവസം പറയുന്നത് രാമചരിതമാനസ് വാസ് ഓൾവേസ് ദെയർ ഇൻ ദ ടോപ്പ് വിത്ത് വിൽവപത്ര ഓൺ ദ ടോപ്പ്. അപ്പം അതൊരു സംഗീതമായിരുന്നു. അതായത് രാമചരിതമാനസ് ഇസ് സുപ്രീം. അതായത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ എഴുതിയൊരു ഗ്രന്ഥമാണ്. രാമായണമായിട്ട് ഒരു കണക്ഷനും ഇല്ല. രാധാകൃഷ്ണന്റെ പ്രണയത്തിന് വേറെ ലെവലിലായിരുന്നു അഷ്ടപതി എഴുതി ജയദേവ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രന്ഥമായിട്ട് ഒരു ഇതുമില്ല. പക്ഷേ അത് ഈശ്വരൻ സ്വീകരിച്ചു എന്ന് പറയുന്നത് നമുക്ക് പല സംഗീതങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ വായിച്ചാലറിയാം. അതേപോലെ ഇപ്പം ഇദ്ദേഹം ഇത് ഫേമസ് ആയി, എല്ലാവരും രാമായണം വായിക്കാൻ തുടങ്ങി, രാമനാമം സ്പ്രെഡായി. ഇതേപോലെ ഒരു പ്രാവശ്യം അദ്ദേഹം കാശിയിൽ ഗംഗാ സ്നാനവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം, സന്ധ്യാവന്ദനം കഴിഞ്ഞ സമയത്ത് ഒരു സുമംഗലിയായ ഒരു ലേഡി രണ്ടി വന്ന് നമസ്കരിക്കും. ദുപ്പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, അറിയത്തില്ല, അറിഞ്ഞു പറയാതെ ആ സന്യാസിമാരുടെ സ്വഭാവമാണ് സൗഭാഗ്യവതി ഭവ ദീർഘ സുമംഗലി ഭവ. സ്വാമിജി അപ്നി ക്യാ കേൾക്കുക, നിങ്ങൾ എന്താ അറിയാതെ പറഞ്ഞു പോയത്? എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ സതിയാവാൻ പോകുമായിരുന്നു. അന്നത്തെ സൊസൈറ്റിയുടെ നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ അന്നത്തെ സൊസൈറ്റിയെക്കുറിച്ച് കുറേ മനസ്സിലാക്കാൻ പറ്റും. അതിലുള്ള എല്ലാ നടക്കുന്ന കാര്യങ്ങളൊക്കെ തുളസി രാമായണത്തിൽ കാണും. സതി ഉണ്ടായിരുന്നു, സതിക്ക് ഉണ്ടാവുന്ന സമയമായിരുന്നു. അപ്പം ഇത്രയും വലിയൊരു സൗഭാഗ്യവതി ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സംഭവിക്കും. അപ്പം വേറെ പണ്ഡിതന്മാർ പേര് കേട്ടാൻ സമയമായി. അപ്പം ഭഗവാന്റെ മുകളിൽ എല്ലാം ആശ്രയം പെട്ട് തുളസിദാസ്ജി പറഞ്ഞു, ശരിയാണ്, ചിലപ്പോൾ ഇതെങ്ങനെ ആണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണാം. ഞാൻ നിൻ്റെത് പറഞ്ഞത് സൗഭാഗ്യവതി ഭവമാണെങ്കിൽ സൗഭാഗ്യവതി തന്നെയായിരിക്കും. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് കം ഇൻ ടു ദ മാർഗ് ഓഫ് സാധന, ആ സനാതന മാർഗത്തിൽ നീ വരാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പറയും. മൃതശരീരത്തിൽ ആ ചർണാമൃതം കൊടുത്ത് ആ ശവത്തിനെ അദ്ദേഹം ജീവൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട് അറിയാമല്ലോ, സ്പ്രെഡായി മുഗൾ സാമ്രാജ്യം, രാജാസ്, അവിടുത്തെ ഡൽഹിയിലെ സുൽത്താൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അത് അറിഞ്ഞു. അക്ബറിന്റെ ടൈമായിരുന്നു എന്ന് പറയുന്നുണ്ട്. തുളസിദാസനെ പിടിച്ചുകൊണ്ട് വരും, ഷോ മീ ദ മാജിക്. അവർക്കത് മാത്രമല്ല, നിങ്ങൾ വലിയ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നയാളല്ലേ മാജിക് കാണിക്കാൻ പറയും. അദ്ദേഹം പറയും, ഞാൻ മാജിക് കാണിക്കുന്ന, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, രാമനാമം മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് മാജിക് എന്ന് അറിയില്ല. കുറേ പറഞ്ഞു നോക്കി. അദ്ദേഹം ഒരു സാധു, അദ്ദേഹം എന്ത് മാജിക് കാണിക്കാണ്? അത് അദ്ദേഹം ആഗ്രഹം വെച്ചില്ല, അനുഗ്രഹം തേടിയ വ്യക്തിയാണ്. ആഗ്രഹങ്ങൾ ഉണ്ടായെങ്കിൽ ഒരിക്കലും അത് ശരിയാവത്തില്ല. അനുഗ്രഹം തേടി വന്നതാണ്. ഈ തുളസി രാമായണത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, സംസാരം ഒരിക്കലും ദുഃഖം തരുന്നതല്ല, പക്ഷെ സംസാരത്തിൽ നമ്മൾ മനസ്സിൽ വയ്ക്കുന്ന ചില ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ദുഃഖം വരുന്നത്. അല്ല, ഒരിക്കലും സംസാരം നമുക്ക് ദുഃഖം തരുന്നതല്ല. ശരിയല്ലേ? നമ്മൾ ആഗ്രഹം അത് വേണം ഇത് വേണം, നമ്മുടെ മനസ്സിന് ആഗ്രഹമാണ് ആ വേൾഡിലോട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ആ വേൾഡിന് നെഗറ്റിവിറ്റി ഒന്നുമില്ല, നമ്മുടെ മൈൻഡിൽ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ അദ്ദേഹം ഒരു അനുഗ്രഹം തേടിയിട്ടായിരുന്നു അത് ആ കൊച്ചിൻ്റെ ഭർത്താവ് ജീവിച്ചത്. അദ്ദേഹം ഇതെല്ലാം രാമൻ്റെ മുകളിലാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ആ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ആ സൽത്താൻ, അതായത് കിങ്ങിന് ഇത് മനസ്സിലാവണ്ടേ, കൊണ്ടിട്ടു നമ്മുടെ ജയിലിൽ. 40 ദിവസം അവിടെ കടന്നു. 40 ദിവസം കടന്നപ്പം നമ്മുടെ തുളസിദാസ്ജി എന്ത് ചെയ്യും? ഒന്നുമില്ല, ജയ ഹനുമാൻ ജ്ഞാന ഗുണ സാഗർ ജയ പവീൻ തുടങ്ങി. ഹനുമാൻ ചാലീസ വായിച്ച് എഴുതാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ഇവോക്കിംഗ് ഹനുമാൻ. ഒബ്വിയസ്ലി ഹെൽപ്പിന് വരുമ്പോൾ അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ. എൻറ്റയർ സിറ്റി വാസ് ഫിൽഡ് വിത്ത് മങ്കീസ്. ആ എൻറ്റയർ ഏരിയ ഇവിടുന്നും ഒക്കെ ഒരു 1000 കുരങ്ങുകളാണ് വന്ന് നശിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണോ ലങ്കാദഹനത്തിൽ വന്ന് അതേപോലെ ആ കുരങ്ങന്മാരെ മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ മിനിസ്റ്റേഴ്സും ആൾക്കാരെല്ലാം വന്ന് നമ്മളെ വെച്ചിട്ട് ഭക്ഷണം വരെ പോയി. അപ്പോൾ അവിടുത്തെ മിനിസ്റ്റർ പറഞ്ഞ്, താങ്കളെ ഒരു രാമഭക്തനെയാണ് വേദനിപ്പിച്ചത്, അതിനെ കാരാവാസത്തിൽ കൊണ്ടിട്ടു ഇല്ലേ? പിന്നെ ഇതല്ലേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ സുൽത്താൻ്റെ മനസ്സിലായി, അയ്യോ ഞാൻ ചെയ്യുന്ന തെറ്റായിപ്പോയി. അവസാനം
തുളസിദാസിനെ ആദരത്തോടെ ജയിലിൽ നിന്ന് വെളി കൊണ്ടുവന്നു. എന്നിട്ട് മാപ്പ് ചോദിച്ചു. തുളസിദാസ് ചോദിച്ചു, എന്തു പറ്റി? യു വാണ്ടഡ് ടു സീ മാജിക് അല്ലേ? മാജിക് അല്ലേ കണ്ടത്? ഇപ്പം എന്ത് ഇനി കാണണ്ടേന്ന് ചോദിച്ചു. അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം ആ തുളസിദാസ് ഇപ്പോഴും എനിക്കൊന്ന് ഫത്തേപൂർ സിക്രി ആ സൈഡിലുണ്ടായിരുന്ന ചില കോട്ടകളാണ് ഇപ്പോഴും. അത് അവിടെ വേറെ ആർക്കും വസിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് തുളസിദാസ് ജീനെ ജയിലിൽ അടച്ചിരുന്നത് അതിപ്പോഴും ഉണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാടായ കാശിയിലോട്ട് പോവാണ്. കാശിയിലോട്ട് പോകുമ്പോൾ വൃന്ദാവനം വഴിയാണ് പോകുന്നത്. വൃന്ദാവനത്തിൽ പോകുമ്പം ആൾക്കാർക്കറിയാം തുളസിദാസ് രാമഭക്തനാണ്. മദൻ മോഹൻ നമ്മുടെ ഗോസ്വാമി ക്ഷേത്രമുണ്ട്, മദൻ മോഹൻ ടെമ്പിൾ. അവിടെയും രാമനെ കാണാൻ ശ്രമിച്ചു. ആൾക്കാർക്ക് ഇദ്ദേഹം രാമനാമ രാധാ രാധ എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം അവിടെ പോയിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അവിടുത്തെ പൂജാരി അന്ന് അയാൾ അലങ്കാരം ചെയ്ത് വരുമ്പോൾ രാമനായി മാറി മദൻ മോഹൻജി. അപ്പം അതും ചില സമയത്ത് ചില വിശേഷ അവസരങ്ങളിൽ ഇപ്പോഴും ആ മദൻ മോഹൻ എന്ന് പറഞ്ഞ ആ ഭഗവാന്റെ വിഗ്രഹത്തിന് രാമൻ്റെ വേഷത്തിലും സീതയുടെ വേഷത്തിലും ഒരുക്കാറുണ്ട്. അങ്ങനെ തിരിച്ച് തുളസിദാസ് ജി അദ്ദേഹത്തിൻ്റെ സ്ഥലമായ വാരണാസിയിൽ വരും. തുളസി ഘാട്ട് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അവിടെയാണ് അദ്ദേഹം അന്തിമമായിട്ട് അദ്ദേഹത്തിന് ശ്വാസം വിട്ട സ്ഥലം. അവിടെ സങ്കട്ട് മോചൻ എന്ന് പറഞ്ഞ ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച അമ്പലമാണെന്ന് പറയും. അദ്ദേഹം അങ്ങനെയാണ് ഹനുമാൻ ഭക്തനും ശ്രീരാമഭക്തനുമായ തുളസിദാസ് ജിയുടെ ഒരു ജീവചരിത്രം. ഇദ്ദേഹം സരയൂ നദിയിലിരുന്ന സമയത്താണ് ഒരു ഭാവന ഫ്രണ്ടിൽ വന്നായിരുന്നു. ആ ഭാവന നമ്മൾ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ ഈ കവിത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു 5-6 മാസം പ്രായമുള്ള കുഞ്ഞ്, അല്ലെങ്കിൽ 8 മാസം അല്ലേ, നടക്കാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞ്, ശ്യാമവർണ്ണമായി, നല്ല ചുമന്ന ചുണ്ടായി, ചിരിച്ചുകൊണ്ടിരിക്കുന്നതും, നല്ല നുണക്കുഴിയൊക്കെ ഉള്ള ചുരുണ്ട മുടി, നല്ല സുന്ദരമായ കുണ്ടലങ്ങൾ, കയ്യിൽ മുത്തുമാലകളും കയ്യിൽ മുത്തിൻ്റെയും പവിഴത്തിൻ്റെയൊക്കെ വളകൾ, നല്ല രത്നങ്ങൾ വെച്ചിരുന്ന അരിഞ്ഞാണം, നല്ല എന്താ പറയുക കിളുക്കുന്ന പാദസ്വരങ്ങൾ. അപ്പോൾ നമ്മൾ അമ്മമാരിങ്ങനെയാണ് കുഞ്ഞിനെ വാ മോനെ വാ എന്ന് പറയുമ്പോൾ ആ കൊച്ചു എണീക്കും, പതുക്കെ നടന്ന് വരും അല്ലേ, നടന്നു വരും, പക്ഷെ താഴെ വീഴും. പിന്നെ ആ കൊച്ചു ചിരിച്ച് വാ മക്കളെ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ കാണണം. അതാണ് ഠുമക്ക് ചലത്ത് രാമചന്ദ്ര ബാജത്ത് പേജനിയ. അതായത് നിബന്ധങ്ങളിൽ നിന്ന് കുലുങ്ങി നടക്കുന്ന ആ കുഞ്ഞ് രാമൻ്റെ നടക്കുമ്പം ഭയങ്കരമായിട്ട് ചലിക്കുന്ന ആ പാദസ്വരങ്ങൾ. ആ പാദസ്വരങ്ങൾ ആണ് ഒരു മിന്നാനിത്. धुमक चलत रामचंद्र बाजत पैजनिया, किलकी उठत धाय, गिरती भूमि लटपटाय, ധായ മാത് ഗോദ് ലേത്ത് ദശരഥ് കി റാണിയ. അതായത് നമ്മളൊരു കുഞ്ഞിനെ പിടിച്ച് വരുമ്പം ആ ദശരഥത്തിൻ്റെ 3 റാണിമാർ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സൗന്ദര്യം ആ നടക്കാൻ ശ്രമിക്കുന്ന ബാലകൻ ഇങ്ങനെ അടുത്ത് വരുമ്പം താഴെ വീഴുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു എന്നാണ് തുളസിദാസ് ജി പറയുന്നത്. ആക്ച്വലി ഇത് തുളസിദാസ് ജിയുടെ ഒരു രൂപദർശൻ എന്ന് പറയുന്ന പോലെ മനസ്സിലുണ്ടായ ഭാവനയിലുണ്ടായിരുന്ന സമയമാണ് അദ്ദേഹം ഇത് കവിതയായിട്ട് എഴുതിയിരിക്കുന്നത്. അഞ്ചല രജ അംഗജാരി വിവിധ ഭാതി സോദുലാരി തനുമന ധന വാരി വാരി കഹത്ത് മൃദുവചനീയ. ആ താഴെ വീഴുമ്പോൾ എന്തായി, അമ്മമാരെന്ത് ചെയ്തു, സാരി കൊണ്ട് ആ 3 അമ്മമാർ സാരി കൊണ്ട് ആ കൊച്ചിന് എന്ത് ചെയ്യും, തുടച്ചു കൊടുക്കും അല്ലേ. മക്കളെ കരയല്ലേ, ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം എന്താവും, ആ ചിരിച്ച കുഞ്ഞ് അമ്മയുടെ കവിളിലൊക്കെ ഉമ്മ കൊടുത്ത് നല്ല മൃദുലമായ വാക്കുകൾ പറഞ്ഞു എന്നാണ് ഈ ഭാവനയിൽ ഇങ്ങനെ തുളസിദാസ് കാണുക. അപ്പം നമ്മളിത് കാണാൻ ശ്രമിക്കണം. ആ കുഞ്ഞിന് 3 റാണിമാർ, കൗശല്യ സുമിത്രയൊക്കെ, ആ കൗശല്യയും അവരെല്ലാവരും ഭഗവാൻ രാമനെ ഒരേപോലെ സ്നേഹിക്കുന്ന സമയമാണ്.
അപ്പം ആ കൊച്ചു കുഞ്ഞിനെ, ക്ഷാമവർണ്ണമായ കുഞ്ഞിനെ അവർ കയ്യിലെടുത്ത് തളോളിക്കുന്ന ഒരു സന്ദർഭമാണ്. വിധ്വമസെ അരുണ അധര ബോലത്ത് മുഖ മധുര മധുര സുഭംഗ നാസികാമേ ചാരു ലട്ടക്കത്ത് ലട്ടക്കനിയ. അതായത് ഭഗവാൻ രാമൻ്റെ ചുണ്ടുകൾ ഇസ് ആസ് റെഡ് ലൈക്ക് എ പവിഴം ഓർ കോറൽ. അപ്പം അത് ഇത്രയും നന്നായിട്ട് പറയുന്നത്, അതിനകത്ത് ആ അധരത്തിൽ നിന്ന് സ്വീറ്റ്നെസ് ആണ് വരുന്നത്. അതെല്ലാം ആ 3 അമ്മമാരും ഭക്തന്മാർ അവർ അറിഞ്ഞോ അറിയാതോ അത് പാനകം ചെയ്യുവാണെന്ന് ഇന്ന് തുളസിദാസി പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് മൂക്കുത്തി ഇട്ട് കൊടുക്കും. ആ മൂക്കുത്തി ഷൈൻ ചെയ്യുന്നതൊക്കെ ഈ റാണിമാരും നോക്കി ആസ്വദിക്കുകയാണ്. അവസാനം ഇത് കണ്ടിട്ട് തുളസിദാസ് തന്നെ പറയാ, തുളസിദാസ് അതി അനന്ത് ദേഖ് കെ മുഖാരവിന്ദ് രഘുവരി ചവി കെ സമാൻ രഘുവര ചവി മനിയ. ആ ഇത്രയും മനോഹരമായ ആ രൂപം കണ്ടിട്ട് തുളസിദാസ് അദ്ദേഹം തന്നെ പറയും, എൻ്റെ മനസ്സ് ഭയങ്കരമായി ആനന്ദിച്ചു ആ മുഖാരവിന്ദം കണ്ടിട്ട്. ചില സമയത്ത് ചില കവികൾ പറയാറുണ്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ വേറെ ഇത്, പക്ഷെ രാമനെ കമ്പയർ ചെയ്യാൻ വേറെ ഇല്ല, ഇന്ന് വേറെ ഒന്നുമില്ല. രാമനെ കമ്പയർ ചെയ്യാൻ രാമൻ തന്നെ ഉള്ളൂ, വേറെ വാക്കുകളില്ല എന്ന് പറഞ്ഞ് തുളസിദാസി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇന്നത്തെ കവിത. അപ്പം എല്ലാവരും ഇത് മനസ്സിൽ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ചെറിയ ഭഗവാന്റെ രൂപം. ഹരി ഓം.